ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഈദ് വ്ളോഗുമായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ അന്നത്തെയും തലേ ദിവസത്തെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നതായിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകാം. ഞാനിവിടെ കേക്കിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കേക്കിൻ്റെ ഓർഡറുകളൊക്കെ ഉണ്ട്, തലേ ദിവസം അതുപോലെ അന്നും ആയിട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്പഞ്ചുകളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഓരോ കേക്കുകളായിട്ട് ക്രം കോട്ടിങ് ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ തലേ ദിവസം എല്ലാത്തിൻ്റെയും ക്രം കോട്ടിങ്ങും ചെയ്ത് വെക്കണുണ്ട്. അപ്പോൾ സ്പഞ്ചുകൾ ഓരോന്നാക്കിയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ചൂടാറിയതിൻ്റെ ശേഷം ലെയർ കട്ട് ചെയ്യലും ഐസിങ്ങും എല്ലാം ചെയ്യും. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ അന്നത്തെ ദിവസം കൊടുക്കാനുള്ളതിൻ്റെ ഫൈനൽ കോട്ടിങ്ങും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇത് ചൂടാറുന്ന സമയം കൊണ്ട് കേക്കിന് വേണ്ടിയിട്ടുള്ള ക്രീം ബീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പാക്കറ്റ് ക്രീമാണ് ഞാനിവിടെ ബീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. ബീറ്റായി വന്നതിൻ്റെ ശേഷം ഇതിന് ഓരോന്നിനായിട്ട് ഇവിടെ ക്രം കോട്ടിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ അന്നത്തെ ദിവസം കൊടുക്കാനുള്ള 3 കേക്കുകളാണ്, 2 ടോൾ കേക്കും ഒരു നോർമൽ കേക്കും. അപ്പോൾ അത് ഓരോന്നായിട്ട് ഇവിടെ ഫൈനൽ കോട്ടിങ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ മോൻ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും കേട്ടോ. അവന് TV ഇട്ട് കൊടുക്കാനും ഫോണിനൊന്നും ഞാൻ അധികം കൊടുക്കാറില്ല. TV ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം കൊടുക്കും, ഫോൺ പിന്നെ അങ്ങനെ കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അധികം എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും, ഇപ്പോൾ സ്കൂളില്ലാത്തത് കൊണ്ട് തന്നെ. അപ്പോൾ ഫോണ്ടൻറ്റ് വർക്ക് ചെയ്യുമ്പോൾ പിന്നെ പ്രത്യേകം എല്ലാ കുട്ടികൾക്കും ഫോണ്ടൻറ്റ് വർക്കിനോട് കൂടുതലൊരു ഇഷ്ടമായിരിക്കും, അവർക്ക് കൂടെ നിന്ന് ചെയ്യാൻ വേണ്ടിയിട്ടില്ലേ. അപ്പോൾ അങ്ങനെ ചെറിയ പീസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ടൈം അങ്ങനെ പോയിക്കോളും. പിന്നെ നമുക്ക് ആ ഫോണ്ടൻറ്റ് യൂസ് ചെയ്യാനൊന്നും കഴിയില്ല, എന്നാലും കുഴപ്പമില്ല. അവർക്ക് അതിലൊരു ഇഷ്ടം ഉണ്ടായിരിക്കും, അതിൽ ഒരു ഇൻട്രസ്റ്റിൽ അങ്ങനെ അവർ കളിച്ചോളൂ കേട്ടോ. പിന്നെ അതാ ഫോണ്ടൻറ്റ് വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല വെയിലുള്ള ടൈം ആയതുകൊണ്ട് തന്നെ ഈ വെയിലത്ത് വെച്ചിട്ടാണ് ഡ്രൈ ആക്കിയിട്ടുള്ളത് കേട്ടോ, ഓവണിലല്ല. അല്ലെങ്കിൽ ഇവിടെ നിന്ന് കളിപ്പിക്കല്ലോ. ഞാനേ ഇങ്ങനെ ആക്കുമ്പോഴേ ഇങ്ങനെ കുഴപ്പമില്ലല്ലോ, അത് മാറ്റിയല്ലേ, അതൊന്ന് ഒഴിവാക്കാം. കഴിഞ്ഞാൽ ഈ സാധനം കൊടുക്കല്ലേ. ചെയ്യാനയ്യോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാത്ത കണ്ടപ്പോൾ അവൻ ചോദിച്ചത് ആ വീഡിയോ എന്താ എടുക്കാത്തതെന്ന്. അപ്പോൾ ഞാൻ സ്റ്റാൻഡ് വെച്ചിട്ട് എടുക്കുന്നത് കുറച്ച് റിസ്ക്കാണ്, ടൈം ഉണ്ടാകുമ്പോഴേ നമുക്കതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. ഈ തിരക്കിനിടക്ക് ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ, ഈ നോമ്പ് കൂടി ആകുമ്പോൾ കുറച്ചുകൂടി റിസ്ക് ആയിട്ടാണ്. അപ്പോൾ അവൻ എന്നെ ഹെൽപ്പ് ചെയ്ത് തന്നതാണ് കേട്ടോ. അവൻ എന്നെ ഫോണിൽ പിടിച്ചിട്ട്, പിന്നെ നല്ല ഷെയ്ക്ക് ആവണമൊക്കെ ഉണ്ട്, എന്നാലും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തതാണ്. അപ്പോൾ കേക്കിൻ്റെ ഡെക്കറേഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു കേക്ക് 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ സ്റ്റാർ നോസിലും അതുപോലെ കുറച്ച് വേഫർ ബട്ടർഫ്ലൈ ആണ് വെച്ചിട്ടുള്ളത്. പിന്നെ സെൻട്രലായിട്ട് നെയിം എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ വന്നിട്ടുള്ളത്. ഇത് 7 ഇഞ്ചിൽ ചെയ്തിട്ടുള്ള കേക്കാണ്. പിന്നെ ഇവിടെ വന്നിട്ടുള്ളത് ടോൾ കേക്കാണ്. ഇത് 5 ഇഞ്ചിൽ ചെയ്തിട്ടുള്ളതാണ്. 1 kg ആണ് ഇതിൻ്റെ വെയിറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഫോണ്ടിൻ്റെ ഡെക്കറേഷൻസ് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ക്ലൗഡും അതുപോലെ തന്നെ റെയിൻബോ തീമിലാണ് ഈ ഒരു കേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിൽ ചേർത്തിട്ടുള്ളത് ഓറഞ്ച് കളറാണ്. നോർമൽ ഓറഞ്ച് കളറിൽ കുറച്ച് മാത്രം ചേർത്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പീച്ച് കളർ ചേർത്ത് കഴിഞ്ഞാലും ഈ ഒരു കളർ കിട്ടും. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെയുള്ള ടോൾ കേക്കാണ് ഈ ഒരു കേക്ക് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഡെക്കറേഷനൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ടുള്ളത് ആഷ് കളറാണ്. അപ്പോൾ ഈ ഒരു ആഷ് കളർ കിട്ടാൻ വേണ്ടി ബ്ലാക്ക് കളർ കുറച്ച് ചേർത്താൽ മതി. പിന്നെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും ഗോൾഡൻ ലീവ്സും വെച്ചിട്ടുണ്ട്. സെയിം 1 kg തന്നെയാണ്. ഇതെല്ലാം ഫോട്ടോ എടുത്തതിൻ്റെ ശേഷം ഡെലിവറിക്ക് അയക്കുകയാണ്. പിന്നെ അതിൻ്റെ ശേഷം നമുക്ക് നോമ്പ് തുറക്കാനുള്ള ഐറ്റംസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, അപ്പോൾ അതെല്ലാം കുറച്ചൊന്നും ഉണ്ടാക്കണം. പിന്നെ അത് നോമ്പ് തുറന്ന് ക്ഷീണമെല്ലാം മാറിയതിൻ്റെ ശേഷം ഇതിൻ്റെ അന്ന് ഉണ്ടാക്കാനുള്ള കുറച്ച് ഐറ്റംസും കൂടി ഉണ്ടാക്കി വെക്കണുണ്ട് കേട്ടോ, അന്നൊക്കെയുള്ള. അപ്പോൾ ബീഫ് ഉണ്ടാക്കണുണ്ട്, അതുപോലെ കേക്ക് ഉണ്ടാക്കി വെക്കണുണ്ട്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ചെയ്യാനുണ്ട്.
അപ്പോൾ മക്കളെ പടക്കം പൊട്ടിക്കലെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിവിടെ പിറ്റേ ദിവസം രാവിലെ നമുക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വേണം. മുത്തച്ഛന്മാരെല്ലാവരും വരും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു കേക്ക് ഉണ്ടാക്കണേട്ടോ. അപ്പോൾ പഴം വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ചെയ്തെടുക്കണേ കേട്ടോ. അപ്പോൾ പഴം ബട്ടറിൽ കുറച്ചൊന്ന് ബട്ടർ മെൽറ്റ് ചെയ്തതിൻ്റെ ശേഷം വാട്ടിയെടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഷുഗർ ചേർത്ത് കൊടുക്കുക. പിന്നെ ബാറ്റർ ഉണ്ടാക്കുക. നോർമൽ ബാറ്റർ ഉണ്ടാക്കിയിട്ട് ഈ പഴത്തിന് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നോർമലായിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വെച്ചിട്ട് വേണം ബേക്ക് ചെയ്യാൻ. ബേക്കിംഗ് ടിന്നിൽ അല്ല കേട്ടോ. എന്നിട്ട് അതിന് അടിയിൽ ഒന്ന് കുക്കായി വന്നതിൻ്റെ ശേഷം മറിച്ചിട്ടിട്ട് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. മുകൾ ഭാഗം ഒന്ന് ബ്രൗൺ ഷെയ്ഡ് ആവാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ റെസിപ്പി പിന്നീട് അപ്ലോഡ് ചെയ്യണ്ടേ. അപ്പോൾ ഇതൊന്ന് റെഡിയായി വരുന്ന സമയത്ത് ഞാനിവിടെ സിക്കിളും പോപ്സും ഡോണട്ടും പിറ്റേ ദിവസത്തെ കേക്കിൻ്റെ കൂടെ കൊടുക്കാനുണ്ട്. അപ്പോൾ അതും കൂടി ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിങ്ങനെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ക്ലോസ് ചെയ്തിട്ട് എന്തെങ്കിലും പാത്രത്തിലിട്ടിട്ട് അടച്ചു വെച്ചിട്ട് വേണം ഫ്രിഡ്ജിൽ വെക്കാൻ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ കിട്ടും. പിന്നെ അതാ പഴത്തിൻ്റെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഈ കേക്കിൻ്റെ ഒരു ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കട്ട് ചെയ്യണത് രാവിലെയാണ്. അപ്പോൾ ഇതിങ്ങനെ ആക്കിയിട്ട് തന്നെ ഓവണിനകത്ത് വെക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രത്തിൽ ഇട്ട് വെച്ചാൽ മതി. പിന്നെ കിച്ചണിലെ പണിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും മക്കളെല്ലാവരും കിടന്നിട്ടുണ്ട്. ഇനി ചെറിയ ഞങ്ങൾക്കുള്ള ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈലാഞ്ചിടലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ മൈലാഞ്ചി എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് കിടക്കണം കേട്ടോ. അപ്പോൾ നല്ലോണം ലേറ്റ് ആയിട്ടാണ് കിടന്നിട്ടുള്ളത്. 2 മണി ആയിട്ടുണ്ടായിരുന്നു ഏകദേശം. പിന്നെ ഒരു 4:30-5 മണിക്ക് എണീക്കണം. എന്നിട്ട് ബാക്കിയുള്ള ജോലികൾ ഓരോന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നേരത്തെ എണീറ്റിട്ട് കേക്കിനെല്ലാം ഒന്ന് ഫൈനൽ കോട്ടിങ് ചെയ്യുന്നുണ്ട്. അന്നത്തെ കേക്ക് കൊടുക്കാനുള്ളതിൻ്റെ ഉണ്ടോ അത് ഫൈനൽ കോട്ടിങ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ബീഫ് ഉള്ളിയെല്ലാം കട്ട് ചെയ്തിട്ട്, ഉള്ളിയെല്ലാം തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, ചെറിയ ഉള്ളി. അപ്പോൾ അതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് ബീഫിനെ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെയുള്ള വീഡിയോസൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല, നല്ല തിരക്കായിരുന്നു കേട്ടോ. പിന്നെ മോനിതാ കുളിച്ച് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കേക്കിൻ്റെ ആ ഒരു ലുക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള കേക്കാണ്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്. പിന്നെ ഞാൻ കുറച്ച് പായസം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പായസം ഇവിടെ റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ആവശ്യക്കാർ എടുത്തിട്ട് കഴിക്കും. അപ്പോൾ മുത്തച്ഛന്മാരെല്ലാവരും വരും കേട്ടോ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡി ആക്കിയിട്ട് ടേബിളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ചോറിൻ്റെ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ചോറ് ദമ്മിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കേക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ അത് നിസ്കാരം കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം ഒന്ന് ഫ്രീ ആയിട്ടാണ് കേക്ക് കൊടുക്കുക കേട്ടോ. वालेकुम सलाम. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഞാനിവിടെ കേക്ക് ഓരോന്നായിട്ട് ചെയ്യണുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചാൽ എനിക്കൊന്ന് പോയിട്ട് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഡെലിവറിക്ക് കൊണ്ടുപോയതിൻ്റെ ശേഷം ഞാൻ റെഡി ആവാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ നമുക്കൊരു കുനാഫ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ കുനാഫ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 3 ടയർ ഉണ്ട്. പിന്നെ നോർമൽ ഫോട്ടോ പ്രിൻറ്റ് വെച്ചിട്ടുള്ളൊരു കേക്കും ഉണ്ട്. അപ്പോൾ പിന്നെ വേറൊരു 1 kg കേക്ക് കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഫോട്ടോ പ്രിൻറ്റ് വെച്ചിട്ടുള്ള കേക്ക് ഇതാണ്. ഇതിൻ്റെ ഫ്ലേവർ വന്നിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. സിമ്പിൾ ഡെക്കറേഷനാണ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഒരു ബർത്ത്ഡേ കേക്കാണ്. അപ്പോൾ ഇതൊരു വാഞ്ചോ ഫ്ലേവറിലാണ് വന്നിട്ടുള്ളത്. 1 kg വാഞ്ചോ കേക്കാണ് കേട്ടോ.
കുറച്ചൊരു ഹൈറ്റിൽ 4 ലെയറാണ് ഈ ഒരു കേക്കിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ വന്നിട്ടുള്ളത് ഒരു 3 ടയർ കേക്കാണ്. ഇതൊരു ബർത്ത്ഡേ കേക്ക് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ടേബിൾ സെറ്റായിട്ട് കപ്പ് കേക്കും ഡോണറ്റും സിക്കിളും പോപ്സും വന്നിട്ടുണ്ട്. അപ്പോൾ അതും പിന്നെ മെസ്സിൻ്റെയും അതുപോലെ തന്നെ റൊണാൾഡോൻ്റെയും തീമിലാണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാം ഒന്ന് പാക്ക് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡെലിവറിക്ക് കൊണ്ടുപോവുകയാണേ. അപ്പോൾ ഇത് ഓരോന്നും മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ ഓരോന്നിൻ്റെയും പേര് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ടാണ് ഡെലിവറി ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നിച്ചിട്ട് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ കേക്ക് മാറിപ്പോകുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് നമ്മൾ അതിൽ നെയിം കൊടുത്തിട്ടുണ്ടായിരിക്കും. ബോക്സിന് മുകളിലായിട്ടാണ് നെയിം കൊടുക്കുക കേട്ടോ. അങ്ങനെ കേക്ക് ഡെലിവറിക്ക് കൊണ്ടുപോയതിൻ്റെ ശേഷം ലേറ്റ് ആയിട്ടോ വരാൻ. അപ്പോൾ ഒരു 12:30 ആയിട്ടാണ് പിന്നെ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഫുഡെല്ലാം റെഡിയാക്കിയിട്ട് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കലും എല്ലാം കഴിഞ്ഞു കുറച്ച് റെസ്റ്റ് എടുത്തതിൻ്റെ ശേഷമാണ് ഉമ്മയും എത്തിയിട്ടുണ്ടായിരുന്നു. ഉമ്മയും നാത്തുമാരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അതിൻ്റെ ശേഷം ഒന്നിച്ചിട്ട് എല്ലാവരും കൂടി കടൽ കാണാൻ പോവുകയാണ് കേട്ടോ. പിന്നെ എല്ലാ ഇതിനും നമുക്ക് പറഞ്ഞിട്ടുള്ളതാണ് കടൽ കാണാൻ പോകുക എന്നുള്ളത്. അത് കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടമാണ്. പിന്നെ നമുക്ക് വലിയവർക്കാണെന്നുണ്ടെങ്കിലും കടൽ കാണാൻ പോകുന്നതിനോടൊരു കൂടുതൽ താല്പര്യമുണ്ട് കേട്ടോ. പിന്നെ അതും ഒരുപാട് ആളുള്ള ഭാഗത്തേക്കൊന്നും അങ്ങനെ പോകാറില്ല. തിരക്കില്ലാത്ത ഭാഗത്ത് പോകുമ്പോഴാണല്ലോ നമ്മളതായ ഇഷ്ടത്തിന് ഇരിക്കാനും അതുപോലെ ഫോട്ടോസ് എടുക്കാനെല്ലാം കഴിയുക. അപ്പോൾ ഞങ്ങളിപ്പോൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങളെല്ലാം വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളും ഡെക്കറേഷൻസും എല്ലാമായിട്ട് നമുക്ക് കാണാം. താങ്ക്